ഹായ് ഗൈസ്. അപ്പൊ നമ്മൾ ഇന്ന് ഗ്രാനിയാണ് കളിക്കുന്നത്. ഗ്രാനിയെ തപ്പി ഇറങ്ങാണ്. കണ്ടോളൂ ഗൈസ്, നമ്മുടെ ഗ്രാനി അമ്മൂമ്മ ഇവിടെ കുറെ നേരം ചുറ്റി, പക്ഷെ കാണാൻ പറ്റുന്നില്ല. ഇത് ചത്തൂന്ന് തോന്നുന്നു. ഞാൻ വലിയ പ്ലെയർ ഒന്നുമല്ല. കുറെ നേരം വെറുതെ അകത്തേക്കൊന്നും നോക്കുന്നത് പോയി നോക്കാം. അതുമായി ചത്തു. പിന്നെ സത്തെന്ന് മാത്രം പറയാം. ഇവിടെ നമ്മളിപ്പോ വേറെ ആളുടെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത്. പ്ലെയറാണ്. ഞാനാണ് ഗൈസ്. എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്, രാജ്യത്തിൽ വളർത്തുന്നതാണ് കേട്ടോ. നമുക്ക് കളിക്കാം. ആരൊരു മണി അടിച്ചിട്ടുണ്ട്. അണ്ടർഗ്രൗണ്ടിലുണ്ട്. ആ മണി അടിച്ചിട്ടുണ്ട്. ഏറ്റവും മേലേല് പോകാം. അയ്യോ ഈ കല്ല് ചുമ്മാ വെച്ചേക്കോ ഗൈസ്. നമ്മളാണ് ഈ കല്ലെടുത്തിട്ട് എന്ത് കാര്യമാണ് ചാടാൻ പോകുന്നു. ഒന്നും പറ്റരുത്. പ്രാർത്ഥിക്കണം. ഇനി ഞാൻ കളിക്കുവാണ്. ഇനി ഞാൻ നോക്കട്ടെ. നമ്മുടെ പ്രോ പ്ലെയർ ആയ ഇമാനുവൽ സാബു വ്ളോഗ്സ് എന്ന് പറയുന്ന വ്ളോഗ്സ് ഉണ്ട്. എന്റെ യൂട്യൂബ് ചാനലാണ്. നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുക ഇമാനുവൽ വ്ളോഗ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ നിന്നാണ് ഇവനാണ് ഈ പറഞ്ഞായിരുന്നു പ്രോ പ്ലെയർ അല്ല, പക്ഷെ ഇവൻ എനിക്കിപ്പോ ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിരിക്കുകയാണ്. അതിന്റെ പേര് പറയാവേ. നമ്മളെ ഇമാനുവൽ വ്ളോഗ്സ് എന്ന് പറഞ്ഞ വ്ളോഗ്സ് ഉണ്ട്. കണ്ണാടി വെച്ച വ്ളോഗ്സ്. പക്ഷേ കണ്ണാടി വെച്ച വ്ളോഗ്സ് അത് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കണത് തന്നെ ഇമ്മാനുവൽ വ്ളോഗ്സ് തന്നെയാണ്. പിന്നെ രാജശ്രീ വ്ളോഗ്സ് അത് എന്റെ അപ്പുറത്തിരിക്കുന്ന മുതല കാണാൻ സാധ്യതയുണ്ട്. പായ അതൊക്കെ നോക്കാം. ഗ്രാനി വരും. നമ്മള് പ്രോബ്ലം ഞാനും പ്രോ അല്ല, പക്ഷെ എന്നെക്കാളും പ്രോ മാനുവൽ സാബു കളിക്കാൻ. നമുക്ക് അകത്ത് കയറിയാലോ ഗൈസ്. കളി പുറത്തൊന്നും ഇങ്ങനെ കളിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടാനാ. ഗ്രാനിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. കാരണം ഇവിടെ ഒരു വെപ്പങ്കി പോയിട്ട് ഒരു കുപ്പങ്കി പോലും കിട്ടില്ല. അത് ശരിയാ. അതെങ്ങനെ കിട്ടും? എന്താണ് സംഭവിക്കുന്നത്? ചിലപ്പോൾ നമ്മുടെ പ്രോ പ്ലെയറിന് ഗ്രാനിയുടെ ബാത്റൂമിൽ പോവാം. ബാത്റൂമിൽ പോകാം. നമുക്ക് ബാത്റൂമിൽ പോകാം. ടേബിളിൽ പോവാ. നല്ല കഴിച്ച ബിസ്ക്കറ്റ് ഗ്രാൻഡ് പാടന്ന് അടിച്ചു വെച്ചാൽ വന്നിട്ടില്ല തോന്നുന്നു. വന്നിട്ടില്ല. തോൽട്ടി കയറിയാലും അടിച്ചാവും. അല്ലേ ഗൈസ്? കണ്ട ഗൈസ്, ഒരു ഗ്ലിച്ചാണ് ഇത്. ഇങ്ങനെ അടച്ചിട്ട് അപ്പത്തന്നെ പോലെ നമ്മളങ്ങ് പോകും. കാരണം ഈ ഗ്രാനി വരേണ്ട അരി കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഗ്രാനിനെ കാണാൻ കൊതിയാവുന്നില്ലേ? ആദ്യം ഗ്രാനിനെ കണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ ഇമാനുവൽ വ്ളോഗ്സിന് ഈ വീഡിയോ കഴിഞ്ഞു കഴിഞ്ഞാൽ
ഇനി അടുത്ത വീഡിയോ കാണുന്നത് ഗ്രാനി 1 ആണ്. അത് സിമ്പിൾ ആയിട്ട് കളിക്കാൻ ഗ്ലിച്ച് ഞാൻ പറഞ്ഞുതരാം. ചിലപ്പോ ഞാനിന്നെ കണ്ടു നമ്മൾ നിർത്തും. ഇപ്പൊ ഈ ഫോണിൽ 7 മിനിറ്റ് 8 മിനിറ്റ് ആവുമ്പോ ഈ വീഡിയോ നിർത്തും. അതാണ് ഗായ്സ്, നിങ്ങളൊന്ന് കണ്ടാലേ ഉള്ളൂ. എനിക്കിപ്പോ 1100 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഗ്രാനി വന്നിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഗ്രാനി അമ്മ അതേ വന്നിരിക്കും ഗൈസ്. തുറന്നാൽ ചത്തു. അപ്പൊ വേറെ വഴിയുണ്ടോ? അവിടെ പൗഡർ ഇടുവോ? അയ്യേ എനിക്ക് നമുക്ക് വീടില്ല ഗൈസ്. ഞാൻ പേടിച്ചില്ല കേട്ടോ. വേറെ അറിയൂ ഭ്രാന്തി പറയും. വേറെ അറിയൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്, ലൈക്കും കുറവാണ്. ലോകം പേടിച്ചു പോയ ഗ്രാനീനൊക്കെ അതൊന്നും വിഷയമില്ല. നമുക്ക് കളിക്കണ്ടേ. നിങ്ങളുടെ 100 മില്യൺ പ്ലേ ബട്ടൺ തരുവാണെങ്കിൽ വന്നിട്ടുണ്ടോ ഗ്രാനി? ഗ്രാനി വന്നിട്ടുണ്ടെന്ന് ചന്ദ്രനീന്ന് വലിച്ചോ. തുറന്നാലോ? ക്ലോസറ്റ് നമുക്ക് ക്ലോസറ്റ് ഗ്രാനീനെ പോലെ നമ്മുടെ ഇന്നത്തെ ഉണ്ണി, നമ്മുടെ രാജശ്രീ എന്ന് പറഞ്ഞ ആള് പേര് ഉണ്ണി എന്നാണ്. ഉണ്ണി പറഞ്ഞു നമ്മുടെ ഈ ക്ലോസറ്റ് എടുത്തിട്ട് ഇവിടെ ഗ്രാനീനെ വരുത്തിപ്പിക്കുക. ഇപ്പൊ നമ്മുടെ പ്രോപ്പർ ആയ മാനുവൽ വ്ലോഗ്സ് എന്ന് പറഞ്ഞൊരു. പക്ഷെ ഗ്രാനീനെ കൊണ്ട് ചത്തു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് പ്രോ ആണോ ബ്രോ ആണ്. ഇത് ബ്രൗൺ ആണ്. നമുക്കാണെങ്കി നമ്മുടെ ഉണ്ണി എന്ന് പറഞ്ഞ ഒരാള് നമുക്കാണെങ്കിൽ ഒരു ചാലഞ്ച് എന്തായിരുന്നു കേട്ടോ. നോക്കുന്നില്ല നമ്മള് പ്രോ പ്ലെയർ ആയ അത് ശരി. നമ്മളെടുത്ത് അയ്യോ ഇവിടെ ഫലം രക്ഷപ്പെടുന്നതാണ് നല്ലത്. ഇവിടെ ഗ്രാനീനെ കൊണ്ട് ചാവണം, അപ്പൊ കാണാൻ രസം. ആരാടെ എന്റെ ക്ലോസറ്റ് വന്നിട്ട് നമ്മുടെ ഉണ്ണി എന്ന് പറഞ്ഞത് നമ്മുടെ മെഗാ യൂട്യൂബ് ചാനൽ അല്ല. നമ്മളിതാണ് കളിക്കാൻ നമ്മളെ